അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഉണക്ക മുന്തിരിയാണ് കേട്ടോ. ക്യാരറ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മളെ സാധാ ടീ ഗ്ലാസ് ഇല്ലേ, നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ വീഡിയോസിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന ആ ടീ ഗ്ലാസ്സിൽ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതായത് 2 ഗ്ലാസ്സിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് നെയ്യിൽ വഴറ്റിയെടുക്കാം. നമ്മൾ കുറേ ഇങ്ങനെ ഇളക്കിയപ്പോൾ നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നെയ്യൊന്നും ഒട്ടും ഇല്ലാത്തൊരു കണ്ടീഷനായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് പാലൊഴിച്ച് കൊടുക്കാം. പാലിവിടെ ഞാൻ 500 ml പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ഒരു പാക്കറ്റ് പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ആ ടീ ഗ്ലാസ്സിൽ അളക്കുകയാണെങ്കിൽ 3 ഗ്ലാസ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ മുഴുവൻ പാലിലും ഇത് കിടന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ പച്ച ചൊവയൊന്നും ക്യാരറ്റിൻ്റെ തീരെ ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ ഈ ഒരു പാക്കറ്റ് പാല് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിങ്ങനെ കൈ എടുക്കാതെയൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളച്ച് നല്ലോണം പൊങ്ങി വരുമ്പം പിന്നെ ഇളക്കി കൊടുത്ത് അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ കുറേ സമയം ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പാലൊക്കെ നല്ലോണം വറ്റി വരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഏലക്കായൻ്റെ കുരു പൊടിച്ചതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. പിന്നെ ഞാൻ നമ്മുടെ സെയിം ടീ ഗ്ലാസിൻ്റെ 3/4 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 3/4 ഗ്ലാസ് എന്ന് പറയുന്നത് നല്ല മധുരമാണ്. ഒരു മീഡിയം ടൈപ്പ് മധുരം മതിയെങ്കിൽ ഒരു 1/2 ഗ്ലാസ്സൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ സാധാ ഒരു ഹൽവയുടെ മധുരമാണ് ഈ 3/4 ഗ്ലാസ് എന്ന് പറയുന്നത്. പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ആ പഞ്ചസാരയൊക്കെ ഉരുകിയിട്ട് നല്ലോണം വെള്ളമായിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. കൈയെടുക്കാതെ ഇളക്കണമെന്നില്ല കേട്ടോ. കുറച്ച് ഇളക്കിയിട്ട് അടി പിടിക്കാതെ ശ്രദ്ധിക്കണേ. എന്നിട്ട് പിന്നെയും മെല്ലെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. ടീ ഗ്ലാസ്സിന് പറയല്ലാതെ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. ഇതാണ് കേട്ടോ ടീ ഗ്ലാസ്. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ അളവുകളൊക്കെ എടുത്തിട്ടുള്ളത്. നമ്മൾ കുറേ ഇളക്കി കഴിയുമ്പോൾ പഞ്ചസാര മുഴുവൻ ഡ്രൈ ആയിട്ട് നമുക്കിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു കണ്ടീഷനിലെത്തും. ആ ഒരു പരുവമാണ് നമ്മുടെ ഹൽവ റെഡിയായി നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇപ്പോൾ നമ്മുടെ ഹൽവ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ മുന്തിരിയും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് നാളെ കാണാം. താങ്ക് യു.